السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയിലൂടെ നടന്നിങ്ങനെ പോവുകയാണ്. ആ സമയത്ത് രണ്ട് ഖബറുകളെ കണ്ടു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഖബറുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഈ രണ്ട് ഖബറിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്തിനാണ് അവരെ ശിക്ഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഒരാൾ ഗീബത്തുമായിട്ട് ജീവിച്ച ആളായിരുന്നു, മറ്റേയാൾ വിസർജനം ചെയ്തു കഴിഞ്ഞാൽ വേണ്ടതുപോലെ ശുദ്ധിയാക്കുകയില്ല. നാമൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി നമ്മൾ നാവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ മൂത്രിച്ചാൽ അതല്ലെങ്കിൽ കാഷ്ടിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം നജസ്സുകൾ പരിപൂർണമായി പോഴിയെന്ന് ഉറപ്പാകുന്നത് വരെ നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. എന്ന് ഫാൻ്റൊക്കെ ധരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഫാൻറ്റിലൊക്കെ മൂത്രമാവാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഫാൻ്റോട് കൂടെയായിരിക്കും പിന്നീട് നമ്മൾ നിസ്കരിക്കുക, പള്ളിയിൽ കയറുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.